ഹലോ, ആരാ? കേട്ടൂടാൻ തോന്നുന്നു. കേട്ടൂടെ? ഹലോ, പൊട്ടനാന്ന് തോന്നുന്നു. എന്താ അവൻ അത്ര പിടിക്ക? ഹലോ, ആരാ? മനസ്സിലായില്ല. എല്ലാ ഇമ്മാതിരി ആൾക്കാർ. ചേട്ടാ രാഖി കിട്ടുന്നു, ഞാൻ വേണേ കെട്ടിക്കൊടുക്കായിരുന്നു. രാഹിയോ? ഇതാരാണത്? ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകും. നിങ്ങൾ ഇതിനകത്ത് കയറി ഒന്നും വിഷയം ഉണ്ടാക്കല. ഇത് ആരാന്ന് വെച്ചാൽ അങ്ങോട്ട് മാറിയില്ലേ അല്ലേ? പറയും നാക്കടുത്ത്. ആരാ നിങ്ങളാരാ? ഞാൻ ഈ നാട്ടുകാരനാണ്. എന്താ കാര്യം? സാർ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ലേ ഉമ്മാര്? ഞാൻ അങ്ങനെ ആരെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാരാന്ന്? അല്ല സാർ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാ പെട്ടെന്ന് പോകുന്ന ആൾക്കാരല്ല. പിന്നെ ഇതാരാ? അവന്മാര് കില്ലാടികളാണ്. കില്ലാടി, സുന്ദര കില്ലാടി. അതിന് കിണർ കുടിക്കാൻ ആരും ഇവിടെ വിളിച്ചിട്ടില്ലല്ലോ. സാറെ കിണർ കഴിക്കുന്ന സുന്ദര കില്ലാടിമാര് പിന്നെ ഇത് ഈ നാടിനെ വിറപ്പിച്ച ഗുണ്ടകളാണ്, കില്ലാടികളാണ് ഉമ്മാര്. ഗുണ്ടകളാണ്. ഞാൻ പക്ഷെ അവന്റെ ചെവിയിൽ പോയിട്ട് ആരാടാന്ന് ചോദിച്ചു. ജീവൻ തമ്പുരാനെ അവന്റെ കയ്യിലിരിക്കുന്ന മേടിച്ച് കെട്ടിയാണ്. ഇപ്പം സാറ് സിനിമയിലൊക്കെ അഭിനയിക്കേണ്ട ആളല്ലേ, ചുമ്മാ അങ്ങോട്ട് ചെന്ന് കേറാതെ. അല്ല, ഇത് സംഭവം എന്തിനാ സാറേ ഉമ്മാർ കുടികിടപ്പവകാശം ചോദിച്ചോണ്ട് വന്നേക്കുവാ. കുടികിടപ്പവകാശം. ചേട്ടാ ഈ കുടികിടപ്പ് അവകാശം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന സാധനമൊന്നുമല്ല. അത് കുറെ കാലം ഇങ്ങനെ തലമുറകളായിട്ട് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു അവകാശം കൊടുക്കും. പക്ഷെ ഇത് തരിശ് ഭൂമിയായിരുന്നു. ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ കെട്ടിപ്പൊക്കിയ ബിൽഡിംഗ് ആണ്. ഇത് തരിശു ഭൂമിയായിരുന്നു, സത്യമാണ്. ഇവന്മാർ ഈ ഭൂമിയിൽ കുടിച്ചും പെടുത്തും അലമ്പിയും ഗുണ്ടായുസം കാണിച്ചു നടന്ന ആൾക്കാരാണ് ഇവന്മാര്. അങ്ങനത്തെ കുടികിടപ്പ് അവകാശം. സാറേ ഒരു കാര്യം, ഇവന്മാർ ഒരു 4 വർഷക്കാലമായിട്ട് ജയിലിലായിരുന്നു, അകത്തായിരുന്നു. ഒരു ചെറിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് കിടക്കുമായിരുന്നു. ആ സമയം കൊണ്ടാണ് നിങ്ങൾ ഈ ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയത്. അതിന്റെ കുടികിടപ്പവകാശം വേണമെന്ന് പറഞ്ഞു വന്നേക്ക് എനിക്ക് ഇവന്മാരെ നന്നായിട്ട് അറിയാന്ന്. അയ്യോ, അതൊന്നും നടക്കൂല. സംസാരിക്കില്ലേ? പൊട്ടന്മാരൊന്നുമല്ല, കേറി വന്നിട്ടല്ലോ കീരിപ്പാമ്പനെ പോലെ. ഒരു ഇവന്റെ പേരെന്നറിയോ? കീരിക്കണ്ണൻ ഷാജി. അവന്റെ കണ്ണ് കണ്ടോ? കീരിയുടെ കണ്ണാണ്, ചെറിയ കണ്ണ് കണ്ടോ? കണ്ടോ? ഇവന്റെ സ്വഭാവം എന്നാന്നറിയോ? കീരി പാമ്പിനെ കടിച്ച് തിന്നുന്ന പോലെ 2 കഷ്ണമാക്കിക്കളെ. അമ്മാതിരി സാധനം മൊട്ടത്തല കീരി. എനിക്ക് നന്നായിട്ട് അറിയാന്നേ. എന്നെ ഇപ്പൊ വഴിയിലൊക്കെ ഓടിച്ച് പേടിപ്പിക്കാറുള്ള അവൻ. പക്ഷെ ഇരിക്കുന്ന ഇരിപ്പുണ്ട്, തവള വിഴുങ്ങിട്ടിരിക്കുന്ന പോലെയാണ്. വയ്യപ്പറ അവൻ വെച്ച് കീറി, ഞാൻ പറഞ്ഞേക്കാം. അത് കണ്ടോ? വീതുളി ശംഖു. സാറിപ്പോ തിരിച്ചു എന്നാത്തിനാന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ കിർതാവ് വീതിയുളി പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അവന് വീതുളി ശംഖു എന്നുള്ള പേരിട്ടെന്ന് പറഞ്ഞല്ലേ? അത് തെറ്റി സാറേ. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് വീതുളി. ആ വീതുളി എടുത്തോണ്ട് അവൻ ഇങ്ങോട്ട് ഇറങ്ങിയാണ്ടല്ലോ, ഒരൊറ്റ വീശാണ്. ആ വീശിന് കടലിൽ പോയി കിടക്കും. വീതുളിയല്ല, നിങ്ങളുടെ തല. അമ്മാതിരി സാധനമാണ്. ക്ഷമയെന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു അതിരില്ലാത്തതാണ്. അതെന്ത് പറ്റിയ? അത് ഈ ക്ഷമ ഇങ്ങനെ കടിച്ച് 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 അയവിറക്കി താഴോട്ട് കൊണ്ട് താത്തി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ ഇൻഫോം ചെയ്യും. വേണ്ട, പോലീസിനൊന്നും ഇൻഫോം ചെയ്യേണ്ട കേസില്ലെന്ന്. നിങ്ങൾക്ക് കൂടെ മാന്യമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു. ഒരു 5000 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി പൊക്കോളും. എടേ, ഇവർക്ക് 2 5000 10,000 രൂപ കൊടുക്കുന്ന കാലം എനിക്കൊരു ജോസേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൾക്കൊരു പൈന്റ് വാങ്ങിക്കൊടുത്ത വെറും 150 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിനും കൂടെ എടുത്ത് ഇങ്ങനെ എയറിലിട്ട് ഇങ്ങനെ. സാറേ അത് തീക്കളിയാണ് ഞാൻ പറയുന്നത്. ഒരു തീക്കളിയില്ല. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ഗുണ്ട കൊണ്ട് തന്നെ നേരിടണം. സാറേ ഞാൻ മര്യാദയ്ക്ക് പറയാം. സാറിന്റെ ഇഷ്ടം പോലെ കാശില്ല. ഒരു 5 രൂപ 10,000 രൂപ കൊടുത്താൽ പൈസ കൊടുക്കില്ല. എന്തിനാണ് നമ്മൾ ഈ ഫ്ലോർ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? നമുക്ക് ഇവിടെ പ്രോഗ്രാം നടക്കാനുള്ള 5 പൈസ കൊടുക്കില്ല. സാറേ അത് തീക്കളിയാ, എനിക്ക് അറിയാവന്മാരെ. നീ നോക്കിയോ? ജോസേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഓടും. ഞാൻ